ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 148ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 111 മുതൽ 114 വരെ, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഓൾറെഡി പഠിച്ചു മനസ്സിലാക്കിയിട്ടിരിക്കുമായിരിക്കും കരുതുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മൃഗങ്ങളെ പോലെ തുള്ളിയത് എന്തെല്ലാം? മൃഗങ്ങൾ ഏവ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. മൃഗങ്ങളെ പോലെ തുള്ളിയത് എന്തെല്ലാം? മൃഗങ്ങൾ ഏവ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സങ്കീർത്തനം 111 മുതൽ 114 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ത്? അതായത് ഒരു ക്ലൂ പറയാം, ഒരു വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു വാക്യത്തെ എന്നല്ല, വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. സങ്കീർത്തനം 111 മുതൽ 114 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓർമ്മ എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? ഓർമ്മ എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? നാലാമത്തെ ചോദ്യം, ഒരിക്കലും കുലുങ്ങാത്തത് ആര് അല്ലെങ്കിൽ എങ്ങനെയുള്ളവർ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരിക്കലും കുലുങ്ങാത്തത് ആര് അല്ലെങ്കിൽ എങ്ങനെയുള്ളവൻ? ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പൗലോസ് സ്വയമായി വിശേഷിപ്പിച്ച ഒരു പദം ബൈബിളിൽ പാഠഭാഗത്തല്ലാതെ മറ്റു പുസ്തകങ്ങളിൽ കാണുന്നില്ല. ഏതാണ് ആ പദം? ഈ പദത്തിൽ ജനം എന്നർത്ഥം വരുന്നൊരു വാക്കുണ്ട്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പൗലോസ് സ്വയമായി വിശേഷിപ്പിച്ച ഒരു പദം ബൈബിളിൽ പാഠഭാഗത്തല്ലാതെ മറ്റു പുസ്തകങ്ങളിൽ കാണുന്നില്ല. ഏതാണ് ആ പദം? ഈ പദത്തിൽ ജനം എന്നർത്ഥം വരുന്ന ഒരു വാക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആൻസേഴ്സും അതിന്റെ റെഫറൻസും കൂടെ ചേർത്ത് അയച്ചോളൂ. നാളെ ഇതിന്റെ ശരിയുത്തരങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ശരിയുത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. It's me, Angel, signing off. Bye and take care.